നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള കാര്യം. അക്ഷരാർത്ഥത്തിൽ കൊല്ലത്ത് അത് ലഭിച്ചത് ഒരു നവവധുവിൻ്റെ പ്രതിസുത വരൻ്റെ അച്ഛനുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് തിരിച്ചടിയായിട്ട് നമുക്ക് വരുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെയുള്ള സംഗതികൾ, നമ്മൾ ചെയ്യുന്ന സംഗതി നേരാണെങ്കിലും പിന്നെ നെറുകേടാണെങ്കിലും എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് തിരിച്ചു വരും, നമുക്ക് തിരിഞ്ഞു കുത്തും എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇവിടെ ഒരു കല്യാണം നടക്കുകയാണ്. കൊല്ലത്തായിരുന്നു കല്യാണം നടന്നിരുന്നത്. കൊല്ലത്ത് കല്യാണ ദിവസം കല്യാണ പന്തലിൽ വന്നിട്ട് വലിയ ഓഡിറ്റോറിയമൊക്കെയാണ്, എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്, എല്ലാ അറേഞ്ച്മെൻറ്റുകളും എല്ലാം ചെയ്ത് എല്ലാം റെഡി ആയിരിക്കുന്ന സമയത്ത് വധുവിനെ കണ്ട വരൻ്റെ അച്ഛൻ അസ്തപ്രജ്ഞനായിപ്പോയി എന്ന് പറഞ്ഞാൽ അയാൾ ഞെട്ടിത്തെറിച്ചു പോയി. ശരിയായിട്ട് പറഞ്ഞാൽ അയാൾ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്കായി മാറുകയാണ് കണ്ടത്. തൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാൾ ആ ഒരു രീതിയിലേക്ക് അയാൾ മാറുകയും അയാൾ ആ ജനമധ്യത്തിൽ വെച്ചൊരു വധുവിനെ അടച്ചാക്ഷേപിച്ച് വലിച്ചിഴച്ച് ആ ഹാളിൻ്റെ വെളിയിൽ തള്ളി എന്ന് പറയുന്നതായിരിക്കും എക്സാക്ട്ലി ശരിയായി നടന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അത് കാരണമുണ്ട്. കാരണം ഈ വധു എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി വരൻ്റെ അച്ഛനോടൊപ്പം 3 വർഷത്തോളം ഒരുമിച്ച് ഒരേ പായിൽ ഉറങ്ങി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ബാംഗ്ലൂർ കഴിഞ്ഞതാണ്. അതിനുശേഷം കുറേ കാലഘട്ടത്തിന് കുറേ നാളുകൾക്ക് ശേഷം ഒരു 3-4 വർഷത്തിന് ശേഷം വീണ്ടും ഇയാളുടെ തന്നെ മകനെ വധു കാണുകയും പ്രേമബദ്ധയാകുകയും ആ രീതിയിലേക്ക് അവർ വീണ്ടും വിവാഹം ഉറപ്പിക്കുകയും അങ്ങനെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. അപ്പോൾ വധുവിൻ്റെ ഈ വരൻ്റെ അച്ഛൻ ശരിയായി പറഞ്ഞാൽ വധുവിൻ്റെ ഫോട്ടോ കണ്ടിരുന്നെങ്കിലും പുതിയ മേക്ക് ഓവറിലും പുതിയ രീതിയിലും പുതിയ വേഷപ്പകർച്ചയിലുമൊക്കെ കണ്ട തൻ്റെ പഴയ കാമുകിയെ അയാൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു സൗന്ദര്യ വർദ്ധക വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അങ്ങനെയാണല്ലോ ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വധുവിനും വരൻ്റെ അച്ഛനെ ശരിയായുള്ള രീതിയിലേക്ക് മനസ്സിലാക്കുവാനോ അറിയാനോ ഉള്ള സമയം ലഭിച്ചില്ല, അല്ലെങ്കിൽ അവർ പരസ്പരം മനസ്സിലാക്കിയില്ല. അത് ദൈവത്തിൻ്റെ ഒരു കളിയാണ്. അങ്ങനെ തൻ്റെ കൂടെ 3 വർഷം ജീവിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയായി മാറിയ പെൺകുട്ടിയാണ് ഇന്ന് തൻ്റെ മകൻ്റെ ഭാര്യയായിട്ട്, IT ഫീൽഡിൽ പ്രവർത്തിക്കുന്ന മകൻ്റെ ഭാര്യയായിട്ട് IT ഫീൽഡിൽ തന്നെ പ്രവർത്തിക്കുന്ന വധു വന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ആ അച്ഛൻ ശരിയായിട്ട് പറഞ്ഞാൽ ഞെട്ടിത്തെറിച്ചു പോവുകയും ആ വിവാഹ പന്തലിൽ നിന്ന് വധുവിനെ പുറന്തള്ളുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. രസാവഹമായ വീഡിയോ ആണ്, കാണാനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമുക്ക് കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇത്